ഗനാഷ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 കപ്പ് പാല്, 1 നുള്ള് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെണ്ണ. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അതിലേക്ക് ആദ്യം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് പൊടിച്ച പഞ്ചസാര, കോൺഫ്ലോർ, ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാലിലെ പകുതി പാലോളം ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കി പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കട്ടയും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് എടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഫ്ലെയിം മീഡിയത്തിലാക്കിയ ശേഷം നമുക്ക് കടായി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിമിൽ മീഡിയം കൈവിടാതെ ഇളക്കി കൊടുത്തു ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ചെറുതായി തിള വന്നു തുടങ്ങും. ഒരു 1/2 കിലോൻ്റെ കേക്കിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അളവിലെടുത്തിരിക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങൾ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. ഇപ്പോൾ 1/4 കപ്പ് കൊക്കോ പൗഡറിന് പകരം 1/2 കപ്പ് കൊക്കോ പൗഡർ എടുക്കുക, 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാല്, 2 ടീസ്പൂൺ കോൺഫ്ലോർ എന്ന രീതിയിൽ എടുത്ത് ചെയ്താൽ മതി. ഇനി മധുരമുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ മധുരം അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട്. നമുക്കൊരു 1/2 മിനിറ്റോളം വെച്ചിട്ട് നമുക്കിത് ഓഫാക്കാം. നമുക്കിനി സ്റ്റൗവ് ഓഫാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വാനില എസൻസ് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഓഫാണ്. സ്റ്റൗ ഇനി ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഇട്ട് നമുക്ക് ആ ചൂടിൽ തന്നെ ഇത് ഉരുകിക്കൊള്ളും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു തിളക്കം, ഒരു ഗ്ലോസിനെസ് നമ്മുടെ ഗനാഷിന് ലഭിക്കും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറായി. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ്